അദാനി പോർട്ട് സെബിക്ക് കൊടുത്ത ഒരപേക്ഷയുണ്ട്. അതിലവർ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വിത്ത് റെഫറൻസ് ടു ദ ക്യാപ്ഷൻ സബ്ജക്റ്റ്, we would like to inform you that the company has entered into share purchase and subscription agreement on June 29th, 2026 with Mundi Limited, bracket Mundi, pursuant to which Mundi will invest for 49% interest in Adani Vizhinjam Port Private Limited. അപ്പോൾ അവരെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ മാത്രം ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യത്തിൽ അവിടെയുള്ള അദാനി കമ്പനിക്ക് ഇത്ര ധൈര്യമായി കാര്യങ്ങൾ നീക്കാൻ പറ്റിയത്? ദാറ്റ് ദ കമ്പനി ഹാസ് എൻറ്റേർഡ് ഇൻ ടു ഷെയർ പർച്ചേസ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എഗ്രിമെൻറ്റ് ഓൺ ജൂൺ 29th. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞു. അതിനുള്ള ധൈര്യം സാധാരണഗതിയിൽ കൺസെഷനായ അദാനി ഗ്രൂപ്പിന് കിട്ടുമോ? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് പറയുന്നിടത്ത് ആ അനുമതി ഇല്ലാതെ ഇത്തരമൊരു നീക്കത്തിന് അവർക്കെങ്ങനെ ധൈര്യം കിട്ടി? അവിടെയാണ് വ്യക്തതയുണ്ടാകേണ്ടത്.